എന്താ നോക്കുന്നേ? എന്താ മോളെ? ഭക്ഷണം കാണുന്നില്ല. കാണാനില്ലേ? ആ ദാ നോക്ക്. അയ്യോ, ഇതോടെ പോയി. ആ സാരല്ല, ചിലപ്പോ ആരെങ്കിലും കഴിക്കാനെടുത്തതാവും. ഇല്ല, വിനായകനും വിശ്വട്ടനും ചപ്പാത്തിയാ കഴിച്ചേ. ഞാനും നന്ദിനിയും ഉച്ചയ്ക്ക് ബാക്കിയുണ്ടായിരുന്ന ചോറ് കഴിച്ചു. ആരും ഇത് എടുത്തില്ലല്ലോ. ശ്രീചേച്ചി, ഞാൻ കിടക്കാൻ പോവാട്ടോ. വേദേ, കഴിച്ചിട്ട് കിടന്നോളൂ കേട്ടോ. ഗുഡ് നൈറ്റ്. ശ്രീചേട്ടത്തി പറഞ്ഞതൊക്കെ ശരിയാ. ആരും കഴിക്കാനെടുത്തതല്ല, ഞാൻ കഴിക്കരുതെന്ന് തീരുമാനിച്ചതാ. എന്താ? ഏയ് ഒന്നുമില്ല, ഏട്ടത്തി പോയി കിടന്നു. അയ്യോ, അപ്പൊ വേദ എന്താ കഴിക്കാ? ഞാനൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് 2 ചപ്പാത്തി ഉണ്ടാക്കാം. വേണ്ട ഏട്ടത്തി, ഏട്ടത്തി പോയി കിടന്നു. സാരമില്ലെന്നേ, ആരും അറിയാനൊന്നും പോകുന്നില്ല. ആളുകൾ അറിയാതെ കഴിക്കാനായിരുന്നെങ്കിൽ എനിക്ക് മുമ്പും ആവായിരുന്നല്ലോ ഏട്ടത്തി. ഏട്ടത്തി പോയി കിടന്നു. എന്നാലും ഈ ഭക്ഷണം അതെവിടെ പോയി? ഏട്ടത്തി ഇത്രയും നിഷ്കളങ്കയായി പോയല്ലോ. എന്താ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, ഏട്ടത്തി പൊയ്ക്കും. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദാ ഈ പാല് കുടിച്ചിട്ട് കിടന്നോ, അത്താഴ പഷ്ണി കിടക്കണ്ട. എന്തു പറ്റി വേദ? ഒന്നുമില്ല. പിന്നെന്തേ കണ്ണു നിറഞ്ഞേ? ഞാൻ അച്ഛനെ സ്വപ്നം കണ്ടു. ഏട്ടത്തെ വന്ന് വിളിച്ചപ്പോ അച്ഛൻ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. കിടന്നപ്പോഴേക്ക് മയങ്ങിയത് കണ്ടില്ലേ? ഒന്നും കഴിക്കാതെ കിടന്നോണ്ടാ. ദാ ഇത് കുടിക്ക്. നീ എന്താ നന്ദിനി കാണിച്ചേ? ഞാൻ ആ ഗ്ലാസ് വാങ്ങി വെക്കാൻ നോക്കിയതാ, ഏടത്ത് കൈ വലിച്ചപ്പോഴാണ് തട്ടിപ്പോയത്. ഒന്നുമല്ല, നീ മനഃപൂർവ്വം തന്നെ തട്ടിക്കളഞ്ഞതാ. അങ്ങനെങ്കി അങ്ങനെ, പക്ഷേ അത് അച്ഛൻ പറഞ്ഞിട്ടാ. കൊടുക്കുന്ന ഭക്ഷണം തട്ടിക്കളയാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ നന്ദിനി? ചേടാ, ഏടത്തി എന്തിനാ ഇത് ഇടയ്ക്ക് തട്ടിക്കളഞ്ഞു എന്ന് പറയുന്നത്? വാങ്ങി വെക്കാൻ നോക്കിയപ്പോ തട്ടിപ്പോയെന്ന് പറഞ്ഞില്ലേ ഞാൻ? ദേവനേട്ടാ, ഇവൾക്ക് ഈ വീട്ടിൽ നിന്നൊന്നും കൊടുത്തു പോകരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ടാ ഞാൻ ആ പാൽ ഗ്ലാസ് മേടിച്ചു വെച്ചത്. അത് തെറ്റാണോ? വാങ്ങിയപ്പോ അത് അറിയാതെ തട്ടി താഴെ പോയി. അത് മനഃപൂർവ്വമാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന കുറച്ച് കഷ്ടവാ. ദേ നന്ദിനി, ഞങ്ങളും ചോറ് തന്നെ ഉണ്ണുന്നത്. മനഃപൂർവ്വം പറ്റിയതാണ്, അല്ലാതെയാണെന്ന് കണ്ടാ മനസ്സിലാവും. ഇത്ര ക്രൂരമായിട്ട് പെരുമാറരുത്. എങ്കിലേ കണക്കായി പോയി. അച്ഛൻ എപ്പോഴും പറയാറുള്ളത് പോലെ തെമ്മാടികളുടെയും ഗുണ്ടകളുടെയും സഹവാസം കൊണ്ട് ഞാൻ നശിച്ചു പോകുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇവളോടൊപ്പമുള്ള ജീവിതം കൊണ്ട് ഉറപ്പായി ഞാൻ നശിച്ചു പോകുള്ളൂ. എന്റെ അച്ഛൻ എന്നെ കണ്ടുകൂടാന്ന് എനിക്കറിയാം. അതിന് അച്ഛൻ്റെതായ കാരണമുണ്ട്. പക്ഷെ ആ പേരിൽ ഇത്രമാത്രം പ്രശ്നം ഈ വീട്ടിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ ഞാൻ അനുവദിച്ചിട്ടുമില്ല. ഇപ്പൊ നീ കണ്ടില്ലേ, ഒരിക്കൽ നീ ഇരുന്ന അതേ സ്ഥലത്ത് അച്ഛൻ ഇപ്പൊ ഇരിക്കുന്നത്. അവിടേക്ക് അച്ഛനെ കൊണ്ടെത്തിച്ചത് നീ ഒറ്റ ഒരുത്തിയാണ്. സമ്മതിച്ചു, ഞാൻ ഈ വീട് വിട്ടു പൊയ്ക്കോളാം. നീ എന്താ പറഞ്ഞേ? ഞാനാണല്ലോ എല്ലാവർക്കും ബുദ്ധിമുട്ട്. ഞാൻ പോയേക്കാം, അത് തന്നെ. അമ്മേ, ഇനി അച്ഛനെ വിളിക്കാലോ. വേദ വീട് വിട്ടുപോകാൻ തയ്യാറാണെന്ന്.
ഇപ്പൊ വിക്രത്തിന്റെ കൂടെ ഞാൻ വന്നതിന് ശേഷം മറ്റൊരച്ഛന്റെ നെഞ്ചുകൂടി ഉരുകുന്നുണ്ടെന്ന് അതച്ഛന് താങ്ങാൻ വയ്യാന്ന് പറഞ്ഞില്ലേ? അച്ഛന്റെ ശരിക്കുള്ള മനസ്സ് അന്ന് ഞാൻ മനസ്സിലാക്കിയതാ. ഈ മനസ്സിൽ എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പൊയ്ക്കോളാം. പക്ഷേ ഒരു കണ്ടീഷൻ. എന്റെ കഴുത്തിൽ താലി കെട്ടിയത് വിക്രമാണ്. ആ വിക്രം തിരിച്ചു വിളിക്കാതെ ഞാൻ ഈ വീട്ടിലേക്ക് തിരികെ കാലുകുത്തില്ല. തിരികെ വിളിച്ചാൽ ഞാൻ വരികയും ചെയ്യും. അന്ന് മറ്റുള്ളവർക്കുള്ളതുപോലെ തന്നെ എനിക്കും ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടായിരിക്കും. അത് നീ പേടിക്കണ്ട. ഈ ജന്മത്ത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. എന്നാ വേഗം പോയി ബാഗ് പാക്ക് ചെയ്യും. രാത്രി ഒരുപാട് വൈകി. എല്ലാരും ഉണ്ടല്ലോ. ജസ്റ്റിസ് സാറേ, ഇത് രണ്ടാമത്തെ തവണയാണ് ഞാൻ രാത്രിക്ക് രാത്രി ഇവിളെയും കൊണ്ട് ഈ വീട്ടിലേക്ക് വരുന്നത്. പക്ഷേ ഇത്തവണത്തെ വരവിന് ഒരു പ്രത്യേകതയുണ്ട്. അന്ന് ഞാൻ ഇവളെ പറഞ്ഞു വിട്ടതാണെങ്കിൽ ഇന്ന് ഇവള് മനസ്സറിഞ്ഞൊരു തീരുമാനമെടുത്ത് വന്നതാ. പക്ഷെ വേതാളത്തിനൊരു കുഴപ്പമുണ്ട്. എത്ര തവണ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്താലും വീണ്ടും മരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കഴുത്തി തൂക്കും. അതുകൊണ്ട് തന്നെ ഇത്തവണ അത് സംഭവിക്കാതിരിക്കാൻ ഇതിനെ വല്ല മുറി പൂട്ടിയിടുകയോ എവിടെയെങ്കിലും പിടിച്ച് കെട്ടിയിടുകയോ ചെയ്താൽ നന്ന്. അവസാന ദിവസം സമാധാനത്തോടെ സംസാരിച്ചിട്ട് പോകാൻ വന്നപ്പോ വെറുതെ കിടന്ന് ബഹളം വെക്കാറോ? അതാണ് വിവരമുള്ളവർക്ക് കാര്യം മനസ്സിലാവും. അന്നത്തെ അതേ വാചകം ഞാൻ ആവർത്തിക്കുക. ഈ വീട്ടിൽ നിന്ന് ഇവള് കൊണ്ടുവന്ന ഒന്നും, പൊന്നോ പണോ യാതൊന്നും എന്റെ വീട്ടുകാരോ ഞാനും എടുത്തിട്ടില്ല. വന്ന പോലെ തന്നെ മകളതാ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ശരി. വേതാളം, ഏത് നേരത്താ നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ തോന്നിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ദിവസം ഞാൻ ഇനി മറക്കുമെന്ന് തോന്നുന്നില്ല. കാര്യം നിന്നെ കൊണ്ടു നടക്കാൻ ഒരു താല്പര്യവും ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വിട്ടിട്ട് പോകുമ്പോ എന്തോ ഒരു ഫീല്. അവൻ പറഞ്ഞിട്ട് പോയതുപോലെ നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണോ മോളെ വന്ന്? നിന്നെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഈ വീട്ടിലില്ല. മതി, നേരെ ഇപ്പൊ തന്നെ കുറേയായി. സംസാരിക്കാനും സന്തോഷിക്കാനും നാളെ മുതൽ ഒരുപാട് സമയമുണ്ടല്ലോ. ഇപ്പൊ അവിടെ നീ കിടക്കട്ടെ. മനസ്സ് വിട്ട് ഉറങ്ങിയിട്ട് തന്നെ രാത്രികളായില്ലേ. അമ്മേ, അവിടെ കൊണ്ട് അകത്തേക്കല്ലേ. പോയി ഒന്ന് നന്നായി ഉറങ്ങുവേദ. നാളെ നമുക്ക് അച്ഛന്റെ പിറന്നാൾ അടിപൊളിയാക്കാം. ചെല്ല്. വാ മോളെ. ചെല്ലേച്ചി. ഹലോ സർ. അറേഞ്ച്മെന്റ്സ് എല്ലാം എവിടെ വരെയായി? എല്ലാം ഓക്കെയാണ് സർ. തഹസീൽദാർ സമയത്ത് തന്നെ എത്തില്ലേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആളുകൾ സമയത്ത് അവിടെ ഉണ്ടാവണം. അതുണ്ടാവും സർ. എല്ലാവരുടെയും ഒപ്പൊക്കെ വാങ്ങിയല്ലോ അല്ലേ? സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം സെറ്റാണ്. ആ പേപ്പേഴ്സ് എല്ലാം ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം.
ഞാൻ വിചാരിക്കുന്നതിനൊക്കെ ഭംഗിയായിട്ട് നീ അത് ചെയ്തു തീർക്കുമല്ലോ. സാറിന് വേണ്ടി എന്ത് ചെയ്താലും അത് അധികമാവോ സർ? ഈ ജീവിതം തന്നെ സാറ് തന്ന ഭിക്ഷയല്ലേ? ജീവൻ വേണമെങ്കിലും സാറിന് ചോദിക്കാം, ഞാൻ അതും തന്നിരിക്കും. ഛേ, മിണ്ടാതെടാ. ഇനിയൊരു 100 വർഷം സുഖമായി ജീവിക്കേണ്ടവനാ നീ. അതും കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊക്കെ ആയിട്ട് വെറുതെ നാവെടുത്ത് വളയ്ക്കാൻ നിൽക്കല്ലേ. വരുമ്പോ നിന്റെ ഭാര്യയെ കൂടി കൂട്ടാൻ മറക്കണ്ട. പീപ്പിൾസ് പ്രോഗ്രസീവ് പാർട്ടിയിലെ നവോധുവല്ലേ. നമ്മുടെ മറ്റു പ്രവർത്തകർ കൂടി ഒന്ന് കാണട്ടെ. ശരി, ഗുഡ് നൈറ്റ്. ഹാപ്പി ബർത്ത്ഡേ അച്ഛ. എന്തേത്? എന്നെ തിരിച്ച് ഈ വീട്ടിലെത്തിക്കാനായി എനിക്ക് വിലയിട്ട പണം 10 ലക്ഷം രൂപ. വേദ, സത്യമായിട്ടും അച്ഛൻ അറിഞ്ഞില്ല ഇതൊന്നും നടന്നത്? വേദ, അച്ഛൻ അറിയാതെ ഞാനും വർഷയും കൂടിയാണ് ഇത് ചെയ്തത്. അതെ വേദ, ഈ കാര്യമൊന്നും അച്ഛൻ അറിഞ്ഞിരുന്നില്ല. നീ അന്ന് അച്ഛനെ വിളിച്ച് ദേഷ്യപ്പെട്ടത് സത്യം അറിയാതെയായിരുന്നു. അച്ഛനാണത് ചെയ്തതെന്ന് ഞാൻ കരുതി. സാരമില്ല വേദേ, നിന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെ തോന്നും. സ്വന്തം അച്ഛൻ മക്കൾക്ക് വിലയിട്ടുമെന്ന് തോന്നുന്നതിലും വലിയ നാണക്കേട് വേറെ ഇല്ലല്ലോ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എല്ലാം അവസാനിപ്പിച്ചിട്ടാണല്ലോ നീ തിരികെ വന്നത്. എന്താടാ നന്ദിനി എടുത്തിന്റെ ഫയൽ ഉണ്ടായിരുന്നോ? ഫയലോ? ഏത് ഫയല്? നിന്റെ ഫയൽ അവക്കെന്തിനാടാ? ദേവിനേട്ടാ, തമാശ പറയല്ലേ. ഏട്ടത്തെ എവിടെ അടിച്ചു വരാൻ കയറിയ സമയത്ത് സൂക്ഷിച്ചു വെക്കാനാണെന്ന് പറഞ്ഞ് വേറെ എവിടെയെങ്കിലും എടുത്ത് വെച്ചിരുന്നോ? ഉണ്ടോടി? ഇല്ലല്ലോ. ഇല്ലല്ലോ. ഈ വീട്ടിലല്ലാതെ അത് വേറെ എവിടെയും പോവില്ല. എവിടെ പോടാ? ഏട്ടനൊന്ന് മാറിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. നീ എന്താടാ റൂമിനകത്ത് കയറുന്നത്? കുന്തം പോയ കുടത്തിലും തപ്പണമെന്നല്ലേ, അതുകൊണ്ട്. ഇതൊന്നും തുറന്നേ. എന്തിന്? ഇതിനകത്തൊക്കെ ഒന്നുമില്ല. ഇങ്ങേരുടെ കുറെ പ്രോപ്പർട്ടികളുടെ ഫയൽ ഉണ്ടല്ലോ അകത്ത്. കണ്ടപ്പോ അതാണെന്ന് കരുതി എടുത്ത് അകത്ത് വെച്ചിട്ടുണ്ടെങ്കിലോ? ഏട്ടത്തെ അങ്ങോട്ട് മാറിക്കേ. അതൊക്കെ എന്റെ കച്ചവടത്തിന്റെ സാധനങ്ങളാ. ആ കൂട്ടത്തിൽ ഉണ്ടോന്ന് തന്നെയാ നോക്കുന്നത്. അത് പിന്നെ അഡ്വാൻസ് കൊടുക്കാൻ ഒരു പാർട്ടി എന്നെ ഏൽപ്പിച്ച പൈസയാ. ഞാനിത് വിശ്വസിക്കണം അല്ലേ? സ്വകാര്യ സമ്പാദ്യം അല്ലേ? സമ്പാദിച്ചോ, ആരും അറിയാതെ കൂട്ടിവെച്ചോ. അവസാനം ഇതിനൊക്കെ കടലാസിന്റെ വില പോലും ഇല്ലെന്ന് അറിയുന്നൊരു കാലം വരും. അപ്പൊ അറിയും നിങ്ങളൊക്കെ. കഷ്ടം. പൈസ അലമാരിയുടെ വലിപ്പിലടി വയ്ക്കാൻ പറഞ്ഞിട്ടില്ലടി. അതിനിതേതായി പൈസ? ഇത് പിന്നെ വള വിറ്റ പൈസ. അതൊക്കെ പറയടി. വിറ്റു. കടലാസിന്റെ വില പോലും ഇല്ലാത്ത കാലം വരും അത്രേ. അതിനു മുമ്പ് ഇത് എന്ത് വേണമെന്ന് എനിക്കറിയാം. അവിടെ പറ്റില്ല എന്ന് തോന്നിയപ്പോ വേദയ്ക്ക് എന്നെ വിളിക്കായിരുന്നു. ഇതിപ്പോ വർഷിച്ച് പറഞ്ഞിട്ട് വേണമായിരുന്നോ ഞാനിതൊക്കെ അറിയാൻ? എന്ത്? കമോൺ വേദ, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. വേദയുടെയും വിക്രമിൻ്റെയും ഫോട്ടോ പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വിഷമിച്ചു എന്നുള്ളത് ശരിയാ. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി അതൊക്കെ അവൻ്റെ ഒരു കളിയായിരുന്നു അല്ലേ? ദർശൻ, ഇത് എന്ത് മനസ്സിലാക്കിയെന്നായി പറയുന്നത്?
സി ദർശൻ, ഇവിടെ നിന്ന് ആ വീട്ടിലേക്ക് പോയ അതേ വേദ തന്നെയാണ് ഞാൻ ഇപ്പോഴും. ആ പോസ്റ്ററിൽ ഫോട്ടോ വരാൻ കാരണം വിക്രമല്ല, ഞാൻ തന്നെയാ. എനിക്ക് അച്ഛൻ്റെ പിറന്നാളിന് പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു. ഒരു ഗിഫ്റ്റ് കൊടുക്കണമായിരുന്നു. തിരിച്ചു പോവുകയും ചെയ്യും. വിക്രം വന്ന് തന്നെ എന്നെ തിരിച്ചു കൊണ്ടുപോകും. എന്തായാലും ദർശനിരിക്കും. നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. ഹലോ, നീ പുറപ്പെട്ടോ? ഇല്ല. നീ ശ്രീനി സാറ് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു. അതെയോ? ഫോൺ സൈലന്റ് ആയിരുന്നു, കേട്ടില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. സാറൊരു മീറ്റിങ്ങിന് കയറി. പുള്ളി നിന്റെ കയ്യിൽ വല്ല ഫയലും ഏൽപ്പിച്ചിരുന്നു? ഉവ്വ്. എന്താ? അതിൽ ശാന്തിനഗറിലെ ആളുകൾ ഒപ്പിട്ട ഒരു പേപ്പറില്ലേ, അതിന്റെ ഒരു കോപ്പി താലൂക്ക് ഓഫീസിൽ എത്തിച്ച ശേഷം വേണം ഫംഗ്ഷൻ എത്താനെന്ന് പറഞ്ഞു. ശരി. പിന്നെ നീ ഫംഗ്ഷന് വരുമ്പോ അവളെ കൂടി കൂട്ടില്ലേ? താനൊന്ന് വച്ചിട്ട് പോയേ. ഇനിയിപ്പം ആ ഫയൽ എവിടെ ചെന്ന് അന്വേഷിക്കും? വിക്രം, ഒരു നീല ഫയൽ അല്ലായിരുന്നോ അത്? ആ അതെ. അന്ന് നീ അത് റൂമിൽ കൊണ്ടുവച്ച സമയത്തെ വേദ വന്ന ആ ഫയൽ നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അവളിത്ര കാര്യമായിട്ട് അത് നോക്കിയപ്പോഴേ എനിക്കെന്തോ സംശയം തോന്നിയതാ. അത് അപ്പൊ തന്നെ ഏട്ടത്തിക്ക് എന്നോട് പറയാറുന്നില്ലേ? അയ്യോ, ഞാനിനി എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവിടെ കൂടുതലും കുഴപ്പമാവണ്ടെന്ന് കരുതിയിട്ടാ. അല്ലെങ്കിൽ തന്നെ ആ പെണ്ണിന്റെ അടുത്ത് സംസാരിച്ചിരിക്കാൻ ഭയങ്കര പാടാ. ഞാൻ കണ്ട കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനർത്ഥം ഫയൽ അവളെ എടുത്തേന്നല്ല കേട്ടോ. എന്നാ ഞാൻ പോട്ടെ. ഇനിയിപ്പോ അവളെ വിളിച്ച് ചോദിക്കണമല്ലോ. ഭഗവാനെ. അതെ, അവര് സംസാരിക്കുന്നത് സന്തോഷമായിട്ട് തന്നെയാണല്ലോ അല്ലേ? കണ്ടിട്ട് ദേഷ്യമൊന്നും തോന്നുന്നില്ല. അല്ലെങ്കിലും ദർശൻ ചേട്ടനെ പോലൊരു സുന്ദരൻ ചെക്കന്റെ മുഖത്ത് നോക്കി ദേഷ്യത്തോടെ സംസാരിക്കാൻ പറ്റുമോ വർഷേച്ചി? ദേ, നീ ദർശനെ അധികം പുകഴ്ത്തല്ലേ. എന്റെ ആങ്ങളെ നിന്റെ ചേച്ചിക്ക് ആലോചിക്കുന്നത്, അത് മറക്കണ്ട. ഓഹോ, ചേച്ചിയുടെ ഭർത്താവിന് സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്നത് പുകഴ്ത്തലാണോ? ഇതൊന്ന് നടന്നു കിട്ടിയാ മതിയായിരുന്നു ഈശ്വര. ഒരു മിനിറ്റ്. ഹലോ. ആ ഡോക്യുമെന്റ്സിന്റെ ഫയലൊക്കെ എവിടെ? ഹലോ, ആരാ സംസാരിക്കുന്നത്? എന്താടി, ആരാ സംസാരിക്കുന്നത് നിനക്ക് മനസ്സിലായില്ലേ? എന്റെ നമ്പർ നിന്റെ അടുത്തുള്ളതല്ലേ? സർ, ഈ വോയിസ് എവിടെയോ കേട്ട പോലെ ഉണ്ട്. പക്ഷെ ആരാന്ന് പിടികിട്ടുന്നില്ല. എടി മതി, നീ അധികം അഭിനയിക്കില്ലേ. നിനക്കാരും ഓസ്കാർ അവാർഡൊന്നും തരാൻ പോകുന്നില്ല. ദർശൻ, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം.